ആരും വിഷമിക്കണ്ട. ഈ ചന്തക്കാട് വിശ്വൻ ജീവനോടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും 24 മണിക്കൂറിനായി ഞാൻ പുറത്തു കൊണ്ടുവരും. മോൻ ഇവിടെ ഇല്ലാതായി പോയതാ കഷ്ടായത്. പോലീസുകാർ അവരെ തല്ലിക്കൊല്ലുവോ മക്കളെ? ഇല്ലമ്മേ, ഞാനല്ലേ പറയുന്നേ, ആർക്കും ഒന്നും സംഭവിക്കില്ല. എന്നെ വിശ്വാസമില്ലേ അമ്മയ്ക്ക്? മറുപടി, പോലീസിന് പിടികൊടുക്കാതെ അണ്ടർഗ്രൗണ്ടിൽ പോയവർ എത്ര പേരുണ്ട്? 10-200 പേര് വരും. അവരെല്ലാം വിളിക്കേ. ഞാൻ അമ്മയൊന്ന് കണ്ടു വരാം. വിശ്വനാഥനാണോടാ? അതെ അമ്മേ. നിന്നെ അവർ ഉപദ്രവിച്ചോ മോനെ? അത് കൊള്ളാം. പോയതിനേക്കാൾ മിടുക്കനായിട്ടാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എന്നെ അവരെന്ത് ചെയ്യാനാ അമ്മേ? ഇവിടുന്ന് വേറെ കുറെ പാവങ്ങളെ പിടിച്ചോണ്ട് പോയല്ലോ. അവത്തുങ്ങളെ അവര് കൊല്ലുമോ മക്കളെ? അമ്മ എന്താ പറയുന്നേ? കൊല്ലാനോ? എല്ലാവരും ഇന്ന് തന്നെ തിരിച്ചു വരും. എന്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? വെടിവെപ്പുണ്ടായെന്നൊക്കെ കേട്ടല്ലോ. നീ ഇതെന്ത് ഭാവിച്ചോണ്ടാ വിശ്വനാഥ? അനുഭവിച്ചതൊന്നും പോരെ നിനക്ക്? ഒന്നുമില്ലമ്മേ, എല്ലാം ശരിയാവും. അമ്മ കിടക്ക. വിശ്വനാഥൻ എവിടെ? എവിടെയാ വിശ്വനാഥൻ? എവിടെയെന്ന്? എന്റെ മക്കളെവിടെ? എടാ എവിടെയെന്ന്? വിശ്വനാഥൻ, എന്റെ കുട്ടികളെ ഉപദ്രവിക്കരുത്. അവരെ വെച്ച് വില പേശരുത്. എനിക്ക് മനസ്സിലായില്ല മിസ്റ്റർ ചന്ദ്രദാസ്, നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? നീ അവരെ തട്ടിക്കൊണ്ടുപോയില്ലേ? ഓഹോ, കഥയിൽ അങ്ങനെ ഒരു ടേൺ ഉണ്ടായിരുന്നു. എടോ ചന്ദ്രദാസേ, തനിക്ക് ഇനിയും എന്നെ മനസ്സിലായിട്ടില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ വെച്ച് വിലപേശുന്ന ഒരു ഊച്ചാളി ബ്ലാക്ക് മെയിലർ അല്ല ചന്തക്കാട് വിശ്വൻ. തന്നെ പോലൊരു പോലീസുകാരനെ മുട്ടുകുത്തിക്കാൻ നടുവിൽ പിള്ളേരെ പിടിച്ചു നിർത്തി സെന്റിമെന്റ്സ് ഇളക്കേണ്ട കാര്യം എനിക്കില്ല. തെണ്ടിത്തരമാണേലും നേർക്ക് നേരെ മുഖത്ത് നോക്കി ചെയ്യാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. മറുപടി വിടറാളെ. കേൾക്കട്ടെ, എന്താ സംഭവം? തന്റെ കുട്ടികളെ ആരോ തട്ടിക്കൊണ്ടുപോയി. അതിന് പഠിക്കണ്ട. സംഭവിച്ച എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞാൽ ഗുണം രണ്ടാണ്. ഒന്ന്, കുട്ടികളെ കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. 2, ചന്തക്കാട്ടി വന്ന് വിഷ്ണുവോട് മുട്ടിയിട്ട് തടിയും കൊണ്ട് തിരിച്ചു പോകണമെങ്കിൽ വന്ന കാര്യം തുറന്നു പറഞ്ഞേ തീരൂ. സ്കൂളിലേക്ക് പോയ എന്റെ കുട്ടികൾ തിരിച്ചെത്തിയിട്ടില്ല. ഗീത സ്കൂളിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോ അവര് സ്കൂൾ ബസ്സിലുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ബസ്സിലവരില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ ആരോ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. കുട്ടികൾ അവരുടെ കയ്യിലുണ്ട്, അവരെ വിട്ടുതരണമെങ്കിൽ എക്സൈസുകാർ ഇവിടുന്ന് പിടിച്ചവരെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട പാതി മസിൽ കാണിച്ച് എന്നെ പേടിപ്പിക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. വിശ്വനാഥൻ, പ്ലീസ്, ഐ എം സോറി. കഴിയുമെങ്കിൽ എന്നെ സഹായിക്കൂ പ്ലീസ്. കുട്ടികൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടാവും. കിഡ്നാപ്പ് ചെയ്തോ ഞാനല്ല, അതേ ഉറപ്പുള്ളൂ. ആകാൻ സാധ്യത അത് ഊഹമാണ്. ആട്ടെ, കുട്ടികളെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എന്ത് പ്രതിഫലം പ്രതീക്ഷിക്കാം? പറയൂ, എത്ര പണം വേണം? എന്നെപ്പോലൊരു കള്ളപ്പണ ചക്രവർത്തിക്ക് മാസശമ്പളക്കാരനായി നിങ്ങൾക്ക് എത്ര പണം ഓഫർ ചെയ്യാൻ കഴിയും? പണം വേണ്ട, പക്ഷേ പ്രതിഫലം വേണം. ഞാൻ എന്ത് ചെയ്യണം? കളക്ടറേറ്റ് വെടിവെപ്പ്, ചന്തക്കാട് റെയ്ഡ്, ഈ 2 കേസിലും ഞാനോ എന്റെ ആൾക്കാരോ പ്രതിയാവാൻ പാടില്ല. കസ്റ്റഡിയിലുള്ള എല്ലാവരെയും വിട്ടയക്കണം. അഗ്രീഡ്? യെസ്, എഗ്രീഡ്. ഇപ്പൊ തന്നെ ഞാൻ ഫോൺ ചെയ്യാം. വേണ്ട, വേല കഴിഞ്ഞു മതി കൂലി. ആരാ? ആ, എന്താ മോനെ? അതെ, ഗീതയോട് വിഷമിക്കണ്ടെന്ന് പറയണം. കുട്ടികളെ കിട്ടി. എന്ത് പറ്റി അച്ഛാ? എങ്ങനെ കിട്ടി? ആ ചന്തക്കാട് വിശ്വന്റെ ഗോഡൌൺ ഞങ്ങൾ വളഞ്ഞു. ഒരല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു.
എന്തായാലും കുട്ടിയെ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ കിട്ടി വെച്ചാ കിട്ടി. ചന്ദ്രേട്ടാ, മക്കളെവിടെ? അവർക്ക് ഒരു കുഴപ്പമില്ലടി. ഒരു പിക്നിക് കഴിഞ്ഞ പോലെ സന്തോഷമായിട്ടിരിക്കുക. അവരുടെ കൈ ഫോൺ കൊടുക്കൂ. അവര് പുറത്ത് ജീപ്പിലിരിക്കാന്ന് പറ. അവര് പുറത്ത് ജീപ്പിലിരിക്കുക. ഞാനൊരു പബ്ലിക് ബൂത്തിന്നാ. ഞങ്ങളിപ്പോ അങ്ങെത്തും. ഇനി ലെറ്റ് ഹിം റിയാക്ട്. ഇങ്ങനെ അടി കൊണ്ട പോലെ നിന്നാലെങ്ങനെയാ? സംഗതി എന്താണെന്ന് അറിയണ്ടേ? അടി കൊണ്ട പോലല്ല, കൊണ്ടു. തല്ലിയ ആരാണെന്ന് വിചാരിച്ചാ? ഇരുട്ടടി അടിക്കുന്നവനെ ആള് നോക്കിയാണോ അടിക്കുന്നത്? ഛേ, ഈ പിള്ളേരെങ്ങനെ വിഷന്റെ കയ്യിലെത്തി? നിങ്ങൾ ഏതായാലും നമ്മുടെ ഇറക്കനെ ഒന്ന് വിളിച്ചേ. ഹലോ, അച്ഛനാ? അവിടെ വല്ല കുഴപ്പമോ അലമ്പോ ഉണ്ടായോ? അലമ്പോ? എന്തലമ്പ്? എടാ, ആ പിള്ളേരെ ആമ്പിള്ളേരെ അടിച്ചോണ്ട് പോയോന്ന്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എടാ, ചോദിക്കുന്നതിന്റെ ഗൗരവം എന്താന്ന് മനസ്സിലാക്കുക. ചുമ്മാ എടുത്തു കാടാതെ. പിള്ളേർ ഇവിടെ ഉണ്ട്. അച്ഛനാ ഫോൺ അമ്മയിലോട്ട് കൊടുത്തേ. ഞാൻ പോവാ. കുട്ടികൾ ഇവിടെ ഉണ്ട്. അവരെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ആ,